മക്കളെ IUPAC നെയിമിങ്ങിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഓരോ ചോദ്യങ്ങൾ വരാറില്ലേ? അങ്ങനത്തെ ഒരു ചോദ്യം കീം എക്സാമിൻ്റെ 2015 ചോദിച്ചൊരു ചോദ്യമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് അല്ലേ. ചോദ്യം എന്താ? വലിയ ചോദ്യമൊന്നുമല്ല മക്കളെ. എന്താ അവിടെ ഒരു ട്വിസ്റ്റ് ഉള്ളത്? ഇവിടെ ഒരു ട്വിസ്റ്റ് അത്രേ ഉള്ളൂ അല്ലേ. എന്താണ്? ഇങ്ങനെ കൊടുക്കുന്നതിന് പകരം ബ്രാക്കറ്റിൽ ഇട്ടൊന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതിനൊന്ന് എഴുതി നോക്കാം. നിങ്ങൾ എക്സാമിനാവുമ്പോൾ എഴുതി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് അതിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ നമുക്കിപ്പോൾ എന്ത് ചെയ്യാം, ഒന്ന് എഴുതി നോക്കാം അല്ലേ. CH2 ഡബിൾ ബോണ്ട് CH മാത്രം അല്ലേ. ഇനി CH3 മക്കളെ, CH3 കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ മനസ്സിലാക്കണം അതൊരു സൈഡാണ്, അതൊരു ഡെഡ് എൻഡാണ്, അതിൻ്റെ അപ്പുറത്തേക്ക് ഇല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരിക? CH3 ഒരു 3 എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരാനേ ചാൻസ് ഉള്ളൂ. കാരണം CH3 കഴിഞ്ഞാൽ അതൊരു എൻഡാണ്, അതിൻ്റെ അപ്പുറത്തേക്ക് ഇല്ല. അപ്പോൾ ഇതാണ് ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ട്, നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇനി നമ്മൾ നമ്പർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? പ്രയോറിറ്റി നോക്കണം അല്ലേ. ഇതാണ് നമ്മുടെ മെയിൻ ചെയിൻ അല്ലേ. മെയിൻ ചെയിൻ ഏതാ മക്കളെ? മെയിൻ ചെയിൻ ആയിട്ട് എടുക്കേണ്ടതാണ്. ഇത് രണ്ടും ബ്രാഞ്ചാണ് അല്ലേ. ഇത് രണ്ടും എന്താണ്? ബ്രാഞ്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്പർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചെയ്യണോ സാറേ, അവിടെ നിന്ന് ഇങ്ങോട്ട് ചെയ്യണോ? രണ്ട് സ്ഥലത്തുനിന്നും ചെയ്യാലോ. ഏതിനാ പ്രയോറിറ്റി കൂടിയാക്ക് കുറഞ്ഞത് വരണ്ടേ? ഡബിൾ ബോണ്ട്, അതായത് നമ്മൾ ഇതിപ്പോൾ മീഥൈൽ ഗ്രൂപ്പാണ് അല്ലേ, മീഥൈൽ ഗ്രൂപ്പ് അല്ലേ, അതായത് ബ്രാഞ്ച് വരുന്ന സാധനം, അതിൻ്റെക്കാളും പ്രയോറിറ്റി കൂടുതലാണ് ആർക്ക്? ഡബിൾ ബോണ്ടിനും ട്രിപ്പിൾ ബോണ്ടിനും. ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഡബിൾ ബോണ്ടിന് കൂടുതൽ, പിന്നെ ട്രിപ്പിൾ ബോണ്ട്, പിന്നെ ബ്രാഞ്ചിന് വരുന്നുള്ളൂ. മീഥൈൽ എന്ന് പറഞ്ഞ ബ്രാഞ്ചിന് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടെ നിന്ന് നമ്പർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാവൂ മക്കളെ? നമ്പറിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കണം? ഇവിടെ നിന്നായിരിക്കണം. 1 2 3 4. 4 ആകുമ്പോൾ ഏതാ? ബ്യൂട്ടല്ലേ. ബ്യൂട്ടാണ് അല്ലേ. എത്രാമത്തേലാ ഈന് വന്നിട്ടുള്ളത്? ഒന്നാമത്തെ കാർബണിലാണ് ഡബിൾ ബോണ്ട്. അപ്പോൾ ഈന് വരുന്നത് ഏതാ? ഒന്നാമത്തെ കാർബണിലാണ്. അപ്പോൾ ബ്യൂട്ട് 1 എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ C മാർക്ക് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കോളാം. ഓക്കെ, അവിടെ നോക്കിയിരിക്കരുത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതാണ് ഇത്. പിന്നെന്താണ്? 3 അല്ലേ. 3 എത്ര മീഥൈലുണ്ട്? 2 മീഥൈലുണ്ട്. ഡൈമീഥൈലുണ്ട്. ഡൈമീഥൈൽ ബ്യൂട്ട് 1 അത്രയേ ഉള്ളൂ. അപ്പോൾ സെറ്റല്ലേ മക്കളെ? അപ്പോൾ അടിപൊളിയായിട്ട് സെറ്റായിട്ട് നോക്കാം.